യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അവസാന ലീഗ് മത്സരത്തിൽ ലിവർപൂളിന് പരാജയം. ലീഗ് ഘട്ടത്തിലെ 7 മത്സരവും വിജയിച്ചു വന്ന ലിവർപൂളിനെ ഡച്ച് ക്ലബ് PSV ഐന്തവനാണ് പരാജയപ്പെടുത്തിയത്. 2-3 ഗോളുകൾക്കായിരുന്നു PSVയുടെ വിജയം. നേരത്തെ തന്നെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ച ലിവർപൂൾ എല്ലാ പ്രമുഖ താരങ്ങൾക്കും വിശ്രമം നൽകിയാണ് കളത്തിലിറങ്ങിയത്. ഇത് സീസണിലെ അവരുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് തോൽവിയിലേക്ക് വഴിവെട്ടി. തോറ്റെങ്കിലും ലീഗ് ഘട്ടത്തിൽ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ ലിവർപൂളിനായി. വിജയത്തോടെ PSV പ്ലേ ഓഫ് യോഗ്യതയും ഉറപ്പാക്കി. PSVയുടെ മൈതാനത്ത് ലിവർപൂളാണ് ആദ്യം ലീഡെടുത്തത്. 28-ാം മിനിറ്റിൽ കോഡി ഗാക്പോയുടെ പെനാൽറ്റി ഗോളിലൂടെ ലിവർപൂൾ മുന്നിലെത്തി. എന്നാൽ 35-ാം മിനിറ്റിൽ ജോഹാൻ ബക്കയോക്കോ PSVക്ക് സമനില നൽകി. 40-ാം മിനിറ്റിൽ ഹാർവി എലിയറ്റിന്റെ ഗോളിൽ ലിവർപൂൾ ലീഡെടുത്തെങ്കിലും 45-ാം മിനിറ്റിൽ സായ്ബരിയിലൂടെ PSV വീണ്ടും സമനില പിടിച്ചു. തുടർന്ന് ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ റിക്കാർഡോ പെപ്പി നേടിയ ഗോളിൽ PSV വിജയം സ്വന്തമാക്കി. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 54% ബോൾ പൊസിഷൻ PSVക്കായിരുന്നു. 12 ഷോട്ടുകളാണ് PSV തൊടുത്തത്. 5 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 516 പാസുകൾ 83% കൃത്യതയോടെ PSV പൂർത്തിയാക്കി. 9 ഷോട്ടുകളാണ് ലിവർപൂൾ തൊടുത്തത്. 5 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 453 പാസുകൾ 85% കൃത്യതയോടെ ലിവർപൂൾ പൂർത്തിയാക്കി. 8 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായി PSV 14-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. 8 മത്സരങ്ങളിൽ 21 പോയിന്റുമായി ലിവർപൂൾ 1-ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തു. പ്ലേ ഓഫിൽ PSVയുടെ എതിരാളികൾ യുവന്റസോ ഫെയ്നൂർദോ ആവും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.